അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനും സയന്റിസ്റ്റുമായ ശ്രീ NRC നായർ പരശുവയ്ക്കൽ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. ഈ സാഹിത്യ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് അറിയേണ്ടത്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കണം. അത് ഈ സാറ് ഇപ്പോൾ വർക്ക് ചെയ്ത മേഖലയുണ്ടല്ലോ, അതിന് വേണ്ടി ഈ സാഹിത്യ രംഗത്തേക്ക് എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം. ISR ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ്. നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ അവിടെ ശാസ്ത്രമാണ്. എങ്കിലും എൻ്റെ പ്രധാനമായ സാഹിത്യ പ്രവർത്തനം മലയാള ഭാഷയിൽ തന്നെയാണ് നടത്തിയത്. ആദ്യം എഴുതി തുടങ്ങിയത് കുട്ടികൾക്കുള്ള ശാസ്ത്രകഥയാണ് എഴുതി തുടങ്ങിയത്. ഈ മഹാബുദ്ധിമാൻ തന്നെ എന്നൊരു പുസ്തകം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ മലയാള ഭാഷ ഞാൻ ധാരാളമായിട്ട് പണ്ടും വായിക്കും. ജോലി കിട്ടുന്നതിന് മുമ്പുള്ള കാലത്ത് തന്നെ ഞാൻ മാസികകളും മറ്റും വായിക്കും. അത് വായിക്കുന്നതിന് കാരണം എൻ്റെ ജ്യേഷ്ഠൻ ഒരു പൊതുപ്രവർത്തകനും അധ്യാപകനുമായിരുന്നു. എൻ്റെ വീട്ടിൽ മാസികകൾ വരുത്തുന്ന അപൂർവം വീടുകളിലൊന്നാണ് നമ്മുടെ പരശുവയ്ക്കൽ നമ്മുടെ വീട്. അതുകൊണ്ട് അത് വായിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വായിച്ചുണ്ടായ മലയാളത്തിൽ ഒരു പ്രാവീണ്യം എനിക്ക് പിന്നീട് ട്യൂട്ടറിൽ പഠിപ്പിക്കുന്ന കാലത്ത് വളരെ ഉപകാരപ്പെട്ടു. ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ട്യൂട്ടറിൽ പഠിപ്പിച്ചു, അധ്യാപകൻ. അപ്പോൾ ആ അധ്യാപക വൃത്തിയിൽ മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്തൊക്കെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ആ ഭാഷ കുറേ കൂടി ഒന്ന് രൂപപ്പെടുന്നതിനും ഒന്ന് പരിഷ്കരിക്കപ്പെടുന്നതിനും ആ കാലത്തുള്ള പഠനം ഉപയോഗിച്ചു. അതെനിക്ക് ജോലി കിട്ടുന്നതിനും ഉപകാരമായി. കാരണം ഇൻ്റർവ്യൂകളിലൊക്കെ മികവുറ്റ രീതിയിൽ പറയാൻ എനിക്ക് കഴിഞ്ഞു. അത് എനിക്ക് ആദ്യമായ അനുഭവമുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനിൽ വന്ന ജോലി ചെയ്ത ഒരു ഇൻ്റർവ്യൂവിലൂടെയാണ് എനിക്ക് ജോലി കിട്ടിയത്, ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട്. ആ ജോലിയിൽ ഞാൻ ഫസ്റ്റ് റാങ്കായിരുന്നു. ഏതാണ്ട് 2000-ലധികം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അതെനിക്ക് പറയാനും കാര്യങ്ങൾ അറിയുന്നത് പറയാനുള്ള എൻ്റെ ഒരു മികവ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. അത് ഞാൻ ഈ അധ്യാപനത്തിലൂടെയാണ് നേടിയതാണ്. പിന്നെ അതിനെല്ലാം ഉപരി വ്യക്തിയാധിഷ്ഠിതവുമാണ്. കാരണം വ്യക്തികൾക്ക് ജന്മനാ തന്നെ ആ കഴിവുണ്ടെങ്കിൽ അത് മാക്സിമമായി വികസിച്ചു വരികയും. അതുപോലെ ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഇപ്പോൾ കൂടുതലായിട്ട് അറിയപ്പെട്ട് കഴിയുന്ന ഒരാളാണ് ശ്രീ NRC നായർ. അത് എത്രത്തോളം ആണ് എന്നൊന്ന് വ്യക്തമാക്കണം. ശാസ്ത്ര സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്നത് ഞാൻ ആദ്യം ഓഫീസിലുള്ളപ്പോൾ സമയത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ കൂടെ 8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യം എഴുതിയ ആ പുസ്തകം തന്നെ നല്ല രീതിയിൽ വന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെയുള്ള അഭിപ്രായങ്ങൾ എൻ്റെ സഹപ്രവർത്തകരായ ശാസ്ത്രകാരന്മാരിൽ നിന്ന് തന്നെ ഉണ്ടാകാറുണ്ട്. എനിക്കത് പ്രതീക്ഷയില്ലാതെ എങ്ങനെ ആളുകൾ സ്വീകരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്വീകരണമാണ് അന്ന് അവർ പറഞ്ഞത്. എങ്കിലും അത് മലയാളത്തിൽ കുട്ടികൾക്കുള്ള എഴുത്ത് കഥാരചനാ രീതി ആയതുകൊണ്ട് പിന്നെ നമ്മുടെ സ്ഥാപനം ഒരു ഗവേഷണ സ്ഥാപനമായതുകൊണ്ട് ഇത് തമ്മിൽ നമുക്ക് യോജിച്ചു പോകില്ല. കാരണം അവിടെ സാങ്കേതികമായ ടെക്നിക്കൽ പുസ്തകങ്ങൾ എഴുതുന്നെങ്കിൽ അവിടെ അതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ എഴുത്തിൽ പിന്നെ കൂടുതൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ പുസ്തകം തന്നെ പിൽക്കാലത്ത് തമിഴ്നാട്ടിൽ മലയാളം 7ാം ക്ലാസ് പാഠ്യവിഷയമാവുകയും പുസ്തകത്തിൻ്റെ ഒരു കഥ അച്ചടിച്ചു വരികയും അത് ചെന്നൈയിൽ ചെന്ന് അവിടുത്തെ സിലബസ് കമ്മിറ്റിയിൽ സെലക്ഷൻ നടന്ന് ഈ പുസ്തകവും കഥയും തിരഞ്ഞെടുത്താണ് വന്നതെന്ന് അവരെന്നെ അറിയിച്ചപ്പോൾ അറിയുകയും ചെയ്തു. അതൊരു വലിയ നേട്ടമാണ്. അതൊരു വലിയ നേട്ടമാണ്. കാരണം ചെറിയ എഴുത്തുകാരുടെ ഒന്നും പുസ്തകങ്ങളോ അവരുടെ കഥകളോ ഒന്നും ഈ പാഠപുസ്തകത്തിൽ വരില്ല. കാരണം പാഠപുസ്തകത്തിൽ ഓരോ ഭാഷയിലെയും ഏറ്റവും അധികം സ്ഥിരപ്രതിഷ്ഠ നേടിയ ആളുകളുടേത് മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ആ പുസ്തകത്തിൽ തന്നെ എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും ONV കുറിപ്പ് വരെയുള്ളവരുടെ എഴുത്തു മാത്രമേ ആ പുസ്തകത്തിലുള്ളൂ. അതിനകത്ത് അത്രത്തോളം എത്താത്ത ഒരാളിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണ്. അതാണ് ഞാൻ ഭാഗ്യമായി പറയുന്നത്. പിന്നെ ശാസ്ത്ര കഥാരംഗത്ത് മാത്രമല്ല, കവി എന്ന നിലയിൽ ഇപ്പോൾ അറിയപ്പെടുന്നു. ആലാപനത്തിൽ എഴുത്തിനും പുലർത്തുന്ന മികവാണോ ഇതിൻ്റെ പിന്നിൽ? ഒരു പരിധിവരെ ഇത് രണ്ടും അതിന് ഒരു സംഭാവന ചെയ്യും. കാരണം കവി അരങ്ങുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഏത് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒരു ആദ്യമാണ്. കാരണം അവിടെയൊക്കെ സംബന്ധിക്കുന്നത് എഴുത്തുകാരാണ്, കവികളാണ്. അപ്പോൾ കവികളാണ് ഏറ്റവും കൂടുതൽ ആളുകളും സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നതും കവിതാ രംഗത്താണ്. അപ്പോൾ അവിടെ കവിയരങ്ങ് നടക്കുമ്പോൾ നമുക്ക് കവിത വായിക്കുന്നതിന് വേണ്ടി കവിത എഴുതിയേ പറ്റും. പിന്നെ പുതിയ കവിത വേണമെന്ന് പറയുന്ന ചില വേദികളുമുണ്ട്. ആദ്യകാലത്തൊക്കെ അത് നിർബന്ധമായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്നും പുതിയ കവിതകൾ എഴുതാനുള്ള ഒരു പ്രവണത നമ്മളെ സൃഷ്ടിക്കുവാനും കൂടിയാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ എഴുതിപ്പോൾ നമ്മളിൽ ആ കാവ്യവാസന ഉണ്ടെങ്കിലേ തെളിയുള്ളൂ. അത് കുറച്ചൊക്കെ ഉണ്ട് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. എൻ്റെ കവിതകൾ
പല സ്ഥലങ്ങളിലും എന്നെ കവിയരങ്ങിന് ക്ഷണിക്കുകയും കവിത ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിൽ നിന്ന് അത് ശ്രോതാക്കൾ മറ്റ് കവികൾ അംഗീകരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആലാപനത്തിനെ കുറിച്ചും ഞാനിപ്പോൾ റേഡിയോയിൽ തന്നെ ഒരു കവിത ആലാപിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞതും ആലാപനവും അതിൻ്റെ വസ്തുതയും വളരെ നന്നായിരിക്കുന്നു എന്ന് എടുത്തു പറയട്ടെ എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. റേഡിയോയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഇന്റർവ്യൂ അടുത്ത സമയത്ത് ഞാൻ കേട്ടായിരുന്നു, നന്നായിരുന്നു. സാർ, ഈ ഒരു നിയോഗം എന്നൊരു നോവല് പല വേദികളും ചർച്ച ചെയ്യപ്പെട്ടു, ധാരാളം വേദികൾ. ഇന്ന് ഒരു പക്ഷേ മറ്റുള്ള എഴുത്തുകാരെ അപേക്ഷിച്ച് സാറിന്റെ ആ ഒരു നോവൽ ധാരാളം വേദികൾ ചർച്ച ചെയ്യപ്പെട്ടു, ഞാൻ അത് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കണം. ഒരു നിയോഗം ശരിക്കും പറഞ്ഞാൽ ഞാൻ ശാസ്ത്രകഥാ രംഗത്ത് നിന്ന് കവിതാ രംഗത്തേക്ക് പിന്നെ ലേഖനങ്ങൾ അപ്പോഴപ്പോഴായി എഴുതി പല മാസികയൊക്കെ എഴുതിയിരുന്നു. അങ്ങനെയാണ് ഞാൻ നിന്നത്. ഈ കോവിഡ് കാലത്ത് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്താണ് ഒരു നോവൽ രചനയിലേക്ക് ഞാൻ കിടക്കുന്നത്. കാരണം അടുത്ത കാലത്തൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു മൂടിക്കെട്ടിയ അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു രാജ്യത്ത്. അങ്ങനെ ഒരു പരീക്ഷണം എന്ന നിലയിൽ തുടങ്ങിയതാണ്. അത് എഴുതി പൂരിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥയെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അത് 400 പേജായി വലുതാകുകയാണ് ചെയ്തത്. അതിന് ഞാൻ അച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചു. 1-2 എൻ്റെ സുഹൃത്തുക്കളെ കൊടുത്തപ്പോൾ അത് നല്ലൊരു കഥയാണെന്ന് അവർ തന്നെ അന്ന് വായിച്ചവർ പറഞ്ഞു ആദ്യകാലത്ത്. അതുകൊണ്ട് ഞാൻ പ്രിന്റിങ്ങിലേക്ക് പോയി. പ്രിന്റിങ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴുള്ള പ്രതികരണം ഇന്നോളമുള്ളത് നോക്കിയാൽ 22 അതിനെക്കുറിച്ചുള്ള അവലോകനങ്ങൾ പല വലിയ എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സുഹൃത്തുക്കൾ, നല്ല എഴുത്തുകാരുണ്ട്, അറിയപ്പെടുന്ന എഴുത്തുകാരുൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് അവലോകനം എഴുതി അറിയിച്ചു. അതിൻ്റെ കോപ്പി തന്നെ എൻ്റെ കയ്യിലെത്തി. ചിലരെല്ലാം വാട്സപ്പിൽ ഇട്ടു, മറ്റു ചിലർ ഫേസ്ബുക്കിലിട്ടു, മറ്റു ചില ആളുകൾ കോപ്പി തന്നെ എനിക്ക് അയച്ചു. ഇതിൽ ഏതാനും ചില ആളുകൾ അവരെഴുതിയതിന് മാസികകളിൽ പ്രസിദ്ധീകരിച്ചവരുമുണ്ട്. ശ്രീമാൻ രാജ്മോഹൻ ഗോളശ്ശേരി അദ്ദേഹം എഴുതിയതിന് ഒരു പ്രസിദ്ധമായ ഗ്രന്ഥാലയം എന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. കരിമൻ നീലാണ്ടൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ ഒരു കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റേത് അദ്ദേഹം വാട്സപ്പിൽ തന്നെ എഴുതുകയും ഞാൻ എൻ്റെ കോപ്പി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പ്രമുഖ എഴുത്തുകാരായ GS പിള്ള, പാലോട് വാസുദേവൻ, അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ മെമ്പർ കൂടെ ആയിരുന്നാണ്. അത്തരത്തിലുള്ളവർ കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നും ആ പുസ്തകത്തെക്കുറിച്ച് C. രാധാകൃഷ്ണൻ സാറ്, UK കുമാരൻ മുതലായ പ്രമുഖ എഴുത്തുകാർ, C. രാധാകൃഷ്ണൻ സാറിന് ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പോലും വലിയ അഭിപ്രായം ഒരു പരിചയവും ഇല്ലാതെ എന്നെ വിളിച്ച് പറയുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ആ നോവൽ ആദ്യ പ്രതി തന്നെ നന്നായി വായനക്കാർ സ്വീകരിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രഭാഷണ രംഗത്തും പുസ്തക അവതരണ രംഗത്തും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കൂടാതെ സംഘാടകൻ, വാഗ്മി എന്ന നിലയിലും പിന്നെ സാഹിതി സല്ലാമ എന്ന കൂട്ടായ്മയിലൂടെയും ധാരാളം പേരെ സാഹിത്യ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു. അതേക്കുറിച്ച് പറയണം. അപ്പോൾ ഈ സാഹിതി സല്ലാമ എന്ന സംഘടന അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും സാറാണ്. അത് എൻ്റെ നേതൃത്വം വഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചുകൂടെ ഒന്ന് ഞാൻ പറയാം. അതിനകത്ത് ആദ്യം ഞാൻ നേരത്തെ ചോദ്യത്തിലൊരെണ്ണം വിട്ടുപോയത് റേഡിയോയിൽ വന്ന പ്രഭാഷണമാണ്. റേഡിയോയിൽ വന്ന പ്രഭാഷണം ഒരു സായന്തനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സാഹിത്യമാണ് അത്. വാർദ്ധക്യത്തിലുള്ള ആളുകൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന പരിപാടിയിൽ. അവരതിനകത്ത് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ യാതൊരു തയ്യാറെടുപ്പും ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നമ്മൾ ഇൻ്റർവ്യൂ നടത്തി. അവർ ഒരു കവിതയും ചൊല്ലാൻ പറഞ്ഞു. 2 കവിതകൾ ചൊല്ലി. അതിൻ്റെ ഒരു കവിത അതിനകത്തുകൂടി പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നോടും പിന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചാമെന്ന് എൻ്റെ ഒരു സുഹൃത്തിനോടും റേഡിയോ നിലയത്തിലുള്ളവർ പറഞ്ഞത് വളരെ ആ പ്രായത്തിൻ്റെതായ ഒരു അവശതകളൊന്നും ഉണ്ടാകാത്ത സാർ വളരെ ആക്റ്റീവായിട്ടാണ് അതിൽ പ്രതികരിച്ചത് എന്നും കവിത തന്നെ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ഞാനതിൻ്റെ കോപ്പി എടുത്ത് പല മാധ്യമങ്ങളിലൂടെ ആളുകളെ അറിയിക്കുകയും ചെയ്തു. അവരുമൊക്കെ എന്നോട് അതേ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഈ കവിതയും പിന്നെ മറ്റു സാഹിത്യ രംഗങ്ങളിലുള്ള പ്രവർത്തനം, കവിതയെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ കവിത മോശമല്ലാത്ത രീതിയിൽ ആലപിക്കും, അത്ര മോശമല്ലാത്ത രീതിയിൽ എഴുതുന്നു എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. ലേഖനങ്ങൾ ധാരാളമായിട്ട് എഴുതി പല മാസികകളിലും, ചെറിയ മാസികകളിലും വലിയ മാസികകളിലും കലാകൗമുദിയിലും എൻ്റെ കവിതകളും ലേഖനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും 3 മാസം മുമ്പ് ഒരു കവിത തന്നെ വന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ എന്നെ പല ഭാഗത്തുനിന്ന് വിളിക്കുകയും ചെയ്തു. അവനിയെ കാത്തിടാമെന്നൊരു കവിതയാണ് അവസാനമായി വന്നത്. അപ്പോൾ ആ കവിതകളുടെ ഒരു നിലയെക്കുറിച്ചുള്ള അഭിപ്രായവും എനിക്ക് നല്ല മോശമല്ലാത്തതുണ്ട്. സംഘാടക രംഗത്ത് അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാറില്ല. കാരണം നമ്മൾ 5 ആളുകളാണ് എൻ്റെ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാണെന്നുള്ളത്. ഇപ്പോൾ അതിന് ഞാൻ മാർഗനിർദ്ദേശം നൽകുന്നു. അത് നന്നായി പ്രവർത്തിക്കുന്നതിന് കാരണം അവർ 5 ആളുകൾ, ബിജു കൽപ്പകശ്ശേരി,
സെക്രട്ടറി ശാന്താലയം, നിലു കൽപ്പകശ്ശേരി, മധു വട്ടന്നൂർ, പിന്നെ ഇതിൻ്റെ ഈ സീനിയർ സിറ്റിസന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ വിജയമാൻ്റെ ട്രഷററാണ് പുത്തൂർക്കുളം സുരേഷ്. ഈ ആളുകളെല്ലാം ചേരുന്നൊരു കമ്മിറ്റിയാണ്. അവർ വളരെയധികം കോപ്പറേറ്റീവായി പോകുന്നു, അല്ലെങ്കിൽ അവരെ കോപ്പറേറ്റീവായി കൊണ്ടുപോകുന്നതിനുള്ള ഒരു മികവ് ഒരു പക്ഷേ എന്നിൽ ആലോചിക്കാമെങ്കിൽ ഇതിന്റെ പ്രവർത്തനം മുഴുവൻ എൻ്റേതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കൂട്ടായ്മയാണ് അതിന്റെ പ്രവർത്തനം. പക്ഷേ വളരെ നന്നായി പോകുന്നു എന്നുള്ളത് സീനിയർ സിറ്റിസന്റെ സംസ്ഥാന നേതൃത്വങ്ങളെല്ലാം ഇവിടെ ട്രിവാൻഡ്രത്താണ് ഇരിക്കുന്നത്. അനന്തകൃഷ്ണ സാറാണ് സംസ്ഥാന പ്രസിഡന്റ്, ഹനീഫ റാവുത്തർ സാറാണ് സംസ്ഥാന സെക്രട്ടറി, പിന്നെ മറ്റ് സംസ്ഥാന ട്രഷറർ എന്നിവരൊക്കെ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അവരൊക്കെ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഓഫീസുമായി ബന്ധപ്പെടുക. അവരെല്ലാവരും തന്നെ നമ്മുടെ പരിപാടികൾക്ക് വല്ലപ്പോഴുമെങ്കിലും വരികയും വലിയ അഭിപ്രായം അവരിപ്പോൾ നിലനിർത്തുകയും ഈ കമ്മിറ്റിയെക്കുറിച്ചും വലിയ അഭിപ്രായം നിലനിർത്തുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ പുസ്തകാവതരണത്തിനെ കുറിച്ചാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ കൂടുതൽ പുസ്തകങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1, 2, 3 ആളുകൾക്ക് മാത്രമേ അങ്ങനെ പുസ്തകാവതരണത്തിന് ഇത്രയധികം അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ എന്ന് ഒരാൾ ഒരു വേദി തന്നെ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അതിലൊരാൾ ഞാനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു അഭിപ്രായം തന്നെ തിരുവനന്തപുരത്ത് ഒരു 3 4 ആളുകൾ പുസ്തകം അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകാർ പുസ്തകം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരാൾ ഞാനാണെന്ന ധാരണ ഒരു വലിയ എഴുത്തുകാരൻ തന്നെ ഒരു വേദിയിൽ പറഞ്ഞത് ഞാൻ കേൾക്കാറുണ്ടായി. അതൊരു വാസ്തവം തന്നെ എനിക്കറിയാം. ഒരു കഴിഞ്ഞ അക്കേ മാസത്തിൽ 3 പുസ്തകം ഒരു മാസത്തിൽ, അതിൻ്റെ മുമ്പത്തെ മാസം 2 പുസ്തകം, പിന്നെ 1 പുസ്തകം, ആകെ കൂടെ ഒരു വർഷത്തിൽ എങ്ങനെ ഒക്കെ നോക്കിയാൽ ഒരു 25 പുസ്തകങ്ങളെങ്കിലും അവതരിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം പുസ്തകങ്ങൾ എത്രത്തോളം അവതരിപ്പിക്കുവാനാണ് നമ്മൾക്ക് ശ്രമിക്കുമോ അത്രത്തോളം ആ പുസ്തകങ്ങൾ നമ്മൾ അതിൻ്റെ മർമ്മം മനസ്സിലാക്കി വായിച്ചാലേ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവതരിപ്പിച്ചാലേ വീണ്ടും നമ്മളെ പുസ്തകം അവതരിപ്പിക്കുവാനായിട്ട് ആളുകൾ സമീപിക്കുകയുള്ളൂ. ആ ഒരു യശസ് നിലനിൽക്കണമെങ്കിൽ നന്നായിട്ട് അവതരിപ്പിക്കണം, അതിന് നന്നായി പഠിക്കണം. ആ ഓരോ പഠനവും നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മളുടെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നത്. സാർ, അപ്പോൾ ഈ അതുപോലെ വൈവിധ്യമാർന്ന മേഖലകളിലെ കഴിവുകൾ എങ്ങനെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകും? അത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് തന്നെ കവിത എഴുതുന്നു, കവിത വായിക്കുന്നു, ലേഖനങ്ങൾ എഴുതി ധാരാളം മാസികകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലേഖന സമാഹാരം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശാസ്ത്രലേഖനങ്ങൾക്ക് ധാരാളമായിട്ട് ഇന്നും ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു വാർഷിക പതിപ്പ്, ഇപ്പോൾ ഓണപ്പതിപ്പ് ഇറക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണത്തിന് കൊടുത്തു. അപ്പോൾ ആ ലേഖനങ്ങളുടെ മേഖലയിലും ഇങ്ങനെയാണ്. അപ്പം നോവൽ ഞാൻ എഴുതി, ശാസ്ത്രകഥ എഴുതി. അത് അങ്ങനെ ഒരു വൈവിധ്യത എൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഉണ്ട്. അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സംഘടനാ പ്രവർത്തനത്തിന് വന്നതിന് ശേഷം എൻ്റെ എഴുത്ത് കുറച്ച് മന്ദീഭവിച്ച് പോയിട്ടുണ്ട്. അതെനിക്ക് തന്നെ അറിയാം. കാരണം സംഘടനാ പ്രവർത്തനത്തിനകത്ത് എൻ്റെ സമയത്തിൻ്റെ ഭൂരിപക്ഷവും ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ ചെലവഴിച്ചാലേ അതിനെ ഇങ്ങനെ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്നത് നാം ഒരു ആവശ്യാനുസരണം ഒരു ടൈം ടേബിളെങ്കിലും മനസ്സിൽ ഏകദേശം സൂക്ഷിച്ചുകൊണ്ട് വേണം എഴുത്തിന് നിലനിർത്താനായിട്ട്. അപ്പോൾ ഈ മാസികകൾക്ക് ആവശ്യം വരുമ്പോൾ ലേഖനം എഴുതുക എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കണം. അല്ലാതെ അതിൽ നിന്ന് നമ്മൾ ഇമേഡ് ചെയ്യുക, ഒളിച്ചോടുക, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുക എന്നുള്ളത് എഴുത്തുകാരൻ ചെയ്യാൻ പാടില്ല. പിന്നെ കഥകളെന്ന് പറയുന്നത് നമുക്ക് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലെങ്കിലും കഥകൾ എഴുതുന്നതിനെ കുറിച്ചൊരു പരിശ്രമം നമ്മൾ നടത്തണം. അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇതെല്ലാം സമന്വയിപ്പിക്കുന്നതിന് ഒരു ടൈം ടേബിൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളിനെ ഇതൊക്കെ ചെയ്യാം. പിന്നെ അത് പറയാനുള്ള കഴിവ് നമ്മൾ ഇൻബിൽറ്റായിട്ടുള്ളത്, നമ്മുടെ ജന്മസിദ്ധമായി കിട്ടിയ കഴിവിനെ നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. അത് നിലനിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സഹായം നമുക്കുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് മുൻനിരയിൽ വരാൻ ഈ പ്രഭാഷണ കല സഹായിക്കുകയും ചെയ്യും. അത് അധ്യാപനത്തിലൂടെ അതിനെ വികസിപ്പിച്ചതാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. അത് നിലനിർത്താൻ നമുക്കൊരു ടൈം ടേബിൾ നമ്മുടെ മനസ്സിൽ വേണം. എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ പോകണമെന്നൊരു ബോധ്യം നമ്മളിൽ വേണം. അതുപോലെ എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? അതിലേറ്റവും ഞാൻ 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 കാവ്യ സമാഹാരങ്ങൾ, 2 ശാസ്ത്രകഥാ സമാഹാരങ്ങൾ, 1 ലേഖന സമാഹാരം, 1 നോവൽ, 1 ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പ്രവർത്തിച്ച ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് സാധാരണ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു പോപ്പുലർ സയൻസ് മാതൃകയിലുള്ള ഒരു പുസ്തകം. അവിടുത്തെ പ്രവർത്തനം എന്താണെന്ന് സാധാരണ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി അങ്ങനെയാണ് 8 പുസ്തകം. അത് തന്നെ വളരെ വൈവിധ്യമാർന്ന നിലയിലുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും എന്താ ലാൻഡ്മാർക്കായി വരുന്നത്, ഒന്നാമതായി എന്നെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് തന്നെ നോവൽ എന്ന നിലയിലാണെന്ന് ഒരു
കവി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആമുഖ പ്രഭാഷണത്തിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്ന സമയത്ത് പറയുകയുണ്ടായി. NRC നായർ അറിയപ്പെടുന്നത് ഒരു നോവലിസ്റ്റ് എന്നാണ് പറയാനാണ് എനിക്ക് ആഗ്രഹം. അത്ര ഹൃദ്യമാണ് ആ നോവൽ എന്ന നിലയിലാണ് അതിനെക്കുറിച്ച് വന്നിരിക്കുന്നത്. മറ്റൊന്ന് ശാസ്ത്രകഥ. ശാസ്ത്രകഥകൾ എഴുതുന്നതിൽ അതിന് തത്തുല്യമായ രീതിയിൽ എഴുതിയ കഥകൾ തന്നെ വളരെ കുറവാണെന്ന് എന്നെ പരിചയപ്പെടുത്തിയത് ചുനക്കര സാറായിരുന്നു. അദ്ദേഹം എന്നെ പറഞ്ഞു അത്ര ഒരു വലിയ എഴുത്തുകാരൻ പോലും നിരീക്ഷിച്ചത് ഈ വിധത്തിൽ ശാസ്ത്രകഥ ഇത്ര ലളിതവും സുന്ദരവുമായ രീതിയിലുള്ള ഭാഷയിൽ വളരെ ആലങ്കാരികമായ ഒരു രൂപത്തിൽ ആ കഥകളെ ശാസ്ത്രത്തെ അവതരിപ്പിക്കുവാൻ മറ്റൊരു കഥാകൃത്ത് മറ്റെഴുത്തുകാരും തയ്യാറായതായി കാണുന്നില്ല എന്നാണ് എന്നെ ഒരിക്കൽ പരിചയപ്പെടുത്തി. അതെനിക്ക് വളരെ കൃത്യമായി തോന്നി. അത് നമ്മുടെ മറ്റൊരു സേതുനാഥൻ സാറിനത് ഒരിക്കൽ പറയുകയുണ്ടായി. നൂതനമായ വഴിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് ആ പുസ്തകത്തിൻ്റെ മുഖ്യ പ്രഭാഷണത്തിൽ പുസ്തക ചർച്ച നടക്കുന്നത് സാറായിരുന്നു മുഖ്യ പ്രഭാഷകൻ. അപ്പം പറയുകയുള്ളൂ. അപ്പം അതിൽ നിന്നൊക്കെ അവരൊക്കെ വലിയ എഴുത്തുകാരാണ്. അതിൽ നിന്ന് അതൊരു നിരീക്ഷണമായിട്ട് അപ്പം ആ ശാസ്ത്രകഥയും നോവലുമാണ് എൻ്റെ എഴുത്തിലെ പ്രധാനമായത് കവിതയെക്കാളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പുസ്തക ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, ഉദ്ഘാടനങ്ങൾ, കവിയരങ്ങുകൾ എന്ന നിലയിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം വാട്സപ്പിലൂടെയും മറ്റും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഈ പ്രവർത്തനങ്ങൾ, സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾ പലരും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം നമ്മൾ ഒരിക്കൽ പറഞ്ഞ കാര്യത്തിൻ്റെ ചെറിയൊരു ഭാഗം അതിൽ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഉദ്ഘാടനങ്ങൾക്കും സ്കൂളുകളിൽ ശാസ്ത്ര ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തന്നെ എനിക്ക് ധാരാളം അവസരം തരുന്നുണ്ട്. ശാസ്ത്ര ലേഖനങ്ങൾ എഴുതാൻ തന്നെ ആളുകൾ കുറവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർഷിക പതിപ്പൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും നിരവധി ആളുകൾ എന്നെ സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ ജനയും പോലുള്ള വലിയ മാസികകൾ തന്നെ ശാസ്ത്രകഥ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരുടെ ഓണപ്പതിപ്പിന് കൊടുക്കാനായിട്ട്. ഇങ്ങനെ അവർ വലിയ നേരിട്ട് ബന്ധമുള്ളവരല്ലെങ്കിൽ പോലും അപ്പോൾ ആ ശാസ്ത്ര എഴുത്ത് എന്ന് പറയുന്നതിന് വളരെയധികം ഉണ്ട്. അതിനൊക്കെ ഞാൻ പ്രത്യേകം സമയം ചിലവഴിച്ച് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എല്ലാ മേഖലയിൽ പോകുന്നത്. പിന്നെ വളരെ വിദൂര സ്ഥലങ്ങളിൽ ഉദ്ഘാടനങ്ങൾക്ക് ധാരാളമായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസത്തിൽ 4-5 എണ്ണം ഉണ്ടോ ഈ പോകുന്ന ഓണമാസങ്ങളിൽ. അപ്പോൾ അത് എനിക്ക് അത് ഭംഗിയായി അവതരിപ്പിക്കാൻ, എഴുതുക മാത്രമല്ല പ്രഭാഷണത്തിലൂടെ അത് വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം സാഹിത്യ പ്രവർത്തനത്തിനായിട്ട് എത്ര മണിക്കൂർ സാറ് മാറ്റിവെക്കാറ്? 5 മണിക്കൂർ മിനിമം ചിലവഴിക്കും. ഈ നമ്മുടെ ഇപ്പോൾ വാർഷികമൊക്കെ വരികയാണ്. ഈ സമയത്ത് ഞാനൊരു 10-12 മണിക്കൂറും അതിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ എന്ത് വന്നാലും ഒരു 5 മണിക്കൂർ ദിവസം ഞാൻ ഇപ്പോഴും അതിനുവേണ്ടി ഉപയോഗിക്കും. അതൊന്ന് മാസികകൾ നോക്കുന്നതിന്, വായിക്കുന്നതിന്, പിന്നെ പുസ്തകങ്ങൾ നോക്കി ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ ധാരാളമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. കാരണം ചില പബ്ലിഷിംഗ് കമ്പനിയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവർ നിർബന്ധമായി അവരൊരു പുസ്തക കോട്ട നമുക്കിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക 2-3 മാസത്തിലിരിക്കുക. അപ്പം അങ്ങനെ തരുന്ന വാസനങ്ങൾ ഇവയൊക്കെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളുടെ കുറേ ഭാഗങ്ങൾ വായിക്കുക, മാസികകൾ വായിക്കുക, അതിൽ നിന്ന് നോട്ട് എടുക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതാണ് നമ്മുടെ എഴുത്തിനെ വിപുലീകരിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മളൊരു 4-5 മണിക്കൂറെങ്കിലും ചെയ്യും. പിന്നെ വാർത്തയും ന്യൂസും കേൾക്കുന്നതിനൊക്കെ 1 മണിക്കൂർ ഉപയോഗിക്കും. വാർഷികത്തെ കുറിച്ച് 2 എന്നാണ്, എത്രാം തീയതിയാണ് അതിന്റെ മറ്റുള്ള? ആഗസ്റ്റ് 17-നാണ് ഇപ്പോൾ നമ്മൾ വാർഷികം വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഉൾപ്പെടുന്ന 5 പേരടങ്ങുന്ന കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷം തികയുന്നു. 1 വർഷം കഴിഞ്ഞു. അതിന് 12 മാസം നമ്മൾ എല്ലാ മാസങ്ങളിലും ഒരു നിശ്ചിത ദിവസമാണ്, 3ാമത്തെ ഞായറാഴ്ചയാണ്. ആ ദിവസത്തെ കൃത്യം 2 മണിക്ക് തുടങ്ങും. 2-2.5 മണിക്കൂറെങ്കിലും കവിയരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു 10-35-40 കവികളെങ്കിലും അവിടെ കവിത വായിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിലയിരുത്തി അതിൽ നിന്ന് ഒരാളിനെ എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 12 മാസം വന്നപ്പോൾ 13 ആളുകളെ നമുക്ക് എടുക്കാനായി കഴിഞ്ഞു. ഏറ്റവും നല്ല കവികളായിട്ട് ആ കവികളെ നമ്മൾ വിളിച്ചുകൊണ്ട് ഒരു കവിതയുടെ മത്സരം നടത്താൻ തീരുമാനിച്ചു. ആ മത്സരത്തിന് 2 പ്രധാനപ്പെട്ട 2 വ്യക്തികളെ ജഡ്ജസായിട്ടിരുത്തി അങ്ങനെ വിലയിരുത്തി ഒരാളിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ 12-1 എന്ന നിലയിൽ അവാർഡ് കൊടുക്കാനായി തീരുമാനിച്ചു. അപ്പോൾ സമഗ്ര സംഭാവനയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് GN പണിക്കർ സാറാണ്. 65 പുസ്തകങ്ങളോളം എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നുള്ളതാണ്. 122 കഥകൾ എഴുതിയ ആളാണ്. 18 നോവൽ എഴുതിയ ആളാണ്. അത്രയും ബൃഹത്തായ എഴുത്തെഴുതിയ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വേറെ ആയിരുന്നു. അദ്ദേഹത്തിന് തന്നെ കൊടുക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അറിയിച്ചു. സാറിൻ്റെ സമഗ്ര സംഭാവന അദ്ദേഹം അത് സമ്മതിച്ചത് നമ്മുടെ
സംഘടനയിൽ 17-ാം തീയതി വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വയോജനങ്ങളുടെ സംഘടനയാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ. അതിൻ്റെ കീഴെയാണ് സാഗരി സല്ലാമ പ്രവർത്തിക്കുന്നത്. കുറച്ച് വയോജനങ്ങൾക്ക് കൂടി കൊടുക്കണമെന്നുള്ളത്. സാഗരി സല്ലാമ എന്ന സാംസ്കാരിക സംഘടനയിൽ വരുന്നവരിൽ നിന്ന് 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നമ്പർ കുറഞ്ഞു കിട്ടും, 5 പേരെ അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുൻകാലം സഹകരിച്ച ആളുകൾ ഇപ്പോൾ പലരും വാർദ്ധക്യം കൊണ്ട് വീട്ടിൽ നിൽക്കുകയാണ്, അവർക്ക് വരാൻ കഴിയാതെ അവസ്ഥ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ. അവരെയും പോയി നമ്മൾ പൊന്നാട അണിയിച്ചുകൊണ്ട് ആശീർവാദം വാങ്ങിക്കൊണ്ട് വേണം നടത്താനെന്ന തീരുമാനത്തിൽ 4 ആളുകളെ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തു. അവര് ആളുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായ വിശ്വമംഗലം സുന്ദരേശൻ സാറാണ്. രണ്ടാമത്തത് ഡോക്ടർ KC ചന്ദ്രമോഹൻപിള്ള സാർ, അദ്ദേഹവും പ്രൊഫസറായിരുന്ന ആളാണ്. മൂന്നാമത്തെ ആള് പ്രസിദ്ധനായ ഹാസ്യ എഴുത്തുകാരനാണ് സുകുമാരൻ മുതുകുളം. 4-മത്തെ ആള് സാഹിത്യ അക്കാദമി പ്രവർത്തനം വരെ നടത്തിയിരുന്ന അതിൻ്റെ അംഗമായിരുന്ന പാലോട് വാസുദേവനാണ്. ഇവരൊക്കെ ഈ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇപ്പോൾ അവർ വാർദ്ധക്യത്തിൻ്റെ അവശതയിലാണ്. ഇപ്പോൾ അത്രയും കാര്യങ്ങൾ മറ്റുള്ള സംഘടനകൾക്ക് മാതൃകയാവട്ടെ എന്ന് വിചാരിക്കുന്നു. സാറിൻ്റെ കുടുംബത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ എൻ്റെ ഞാനും എൻ്റെ ഭാര്യ അധ്യാപികയാണ്. ഞാൻ ISR ജോലിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മകനും കുവൈറ്റിലാണ്. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പോയതാണ്. അവൻ ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത്, വെസ്റ്റേൺ എന്ന കമ്പനി. മകൻ്റെ ഭാര്യ ഇവിടെ SBIയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ തന്നെ, ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. മരുമകനും കുവൈറ്റിലാണ്. മകളും മരുമകനും കുടുംബവും പിന്നെ അവിടെ കുവൈറ്റിലാണ് ആയിരുന്നു. എൻ്റെ മകളുടെ കുടുംബവും ഇപ്പോൾ തിരിച്ചിവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞു. മരുമകൻ ഇപ്പോഴും അവിടെ തുടരും. എൻ്റെ മകളുടെ മകൻ ഇപ്പോൾ എഞ്ചിനീയറിംഗിന് ചേർന്ന് കഴിഞ്ഞാൽ പ്രായത്തിലെത്തിക്കഴിഞ്ഞു. ഒരു മുതിർന്ന സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഈ രംഗത്ത് പുതുതായിട്ട് കടന്നു വരുന്ന കവികളെ കുറിച്ച് ധാരാളം പേര് സാഹിത്യ രംഗത്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നേരെ വരുന്ന സാഹിത്യ രംഗത്തൊക്കെ. അപ്പോൾ അവരോടൊരു നിർദ്ദേശം എന്താണെന്നുള്ളത് സാറിൻ്റെ അവരിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മാനസികോല്ലാസത്തിനാണ് പ്രധാനമായും. അത് ഏത് എഴുത്തുകാരനും അങ്ങനെ തന്നെ. സർഗവാസനകളെ പ്രകടിപ്പിക്കുക എന്നുള്ളത് അയാൾക്ക് മാനസികോല്ലാസം ഉണ്ടാക്കുക എന്നുള്ളത് അതിന് അടിസ്ഥാനപരമായ സ്വഭാവം. നമുക്കൊരു വാസനയുണ്ട്, അത് പ്രകടിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡായി. അപ്പോൾ എല്ലാ ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ട്, അത് അവർ പരിശോധിക്കാത്തത്. അവർക്ക് പ്രഭാഷണം നടത്തുന്നതാകാം, വരയ്ക്കുന്നതാകാം, എഴുതുന്നതാകാം, സംഘടനാ പ്രവർത്തനം നടത്തുന്നതാകാം. ഇതാണ് അവരുടെ സർഗവൈഭവമാണത്. സംഘടനാ പ്രവർത്തനം പോലും ഒരു സർഗവൈഭവമാണ്. ഈ വൈഭവങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനെ മറ്റുള്ള ആളുകളെ കാണിക്കുകയും പിന്നെ അവരുടെ ഇടയിൽ അത് അവർക്കും ചെയ്യാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഈ പ്രവർത്തനം ഇല്ലെങ്കിൽ നിങ്ങളുടെ സർഗവൈഭവം ഇല്ലാതാകുകയും നിങ്ങളുടെ വ്യക്തിത്വം വികസിക്കാതിരിക്കുകയും ചെയ്യും. വ്യക്തിത്വ വികസനം നമ്മുടെ അറിവ് മാത്രമല്ല, നമ്മുടെ കഴിവുകളുടെ വികസനം കൂടിയാണ്. ഒരു ചോദ്യം കൂടെ ഈ ഇന്റർവ്യൂവിൽ ചോദിക്കാനുള്ളത്, സാറിന് ഇതുവരെ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ, അവാർഡുകൾ, ആദരവുകൾ, അതേപറ്റി ചുരുങ്ങിയ രീതിയിൽ 2 വാക്ക് പറയുന്നത് എനിക്ക് ഒരു മുറിയിൽ നിറച്ചു വെക്കാവുന്ന അത്രയും എണ്ണമൊന്നും എടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയത് തികൃഷി ഫൗണ്ടേഷൻ്റെ, അത് ഒരു വലിയ സദസ്സിൽ വളരെ സെലക്റ്റഡ് ആയിട്ട് തന്നെ കൊടുക്കുന്ന ഒരു അവാർഡായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടെ കരുതിയിട്ടുണ്ടല്ലോ ഞാൻ ജയറാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ വലിയ ഉപകാരങ്ങളായതുകൊണ്ട് അങ്ങനെ അലമാരി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രയോഗിക്കുന്ന ചെറുതെടുത്തുള്ള ആവശ്യമുള്ളൂ, വയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതേ ഉള്ളൂ. മറ്റൊന്ന് സോളാർട്ടിൻ്റെ അവാർഡാണ്. അതൊരു വലിയ ഫംഗ്ഷനിൽ ഗണേശത്തിൽ വെച്ച് സൂര്യയുടെ അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. പെരുമ്പടവും ശ്രീകുമാരൻ തമ്പി സാറും ഒക്കെയാണ് അവാർഡ് തന്നത്. അതും അവർ നല്ല രീതിയിലുള്ള വിലയിരുത്തൽ, ഇതാണ് കമ്മിറ്റി ആയിരുന്നത്. ആ കമ്മിറ്റി വിലയിരുത്തിയെന്നവരോട് പറയുകയും ചെയ്യും. നോവലുകൾ വന്നതിന് വിലയിരുത്തിയിട്ടാണ് ഒരു യോഗം നോവലിന് തന്ന അവാർഡ്. ശാസ്ത്രകഥയ്ക്ക് തന്നതാണ് തികൃഷി ഫൗണ്ടേഷൻ അവാർഡ്. ഇത് 2മാണ് എനിക്ക് കിട്ടിയത്. കൂടുതൽ വിലപ്പെട്ടതായി ഈ അവാർഡ്. ബാക്കി ചെറിയ അവാർഡുകളെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 10-75 അത്രയൊക്കെ ലഭിക്കുന്നുണ്ടാവും. എന്തായാലും തിരക്കിനിടയിലും നമ്മൾ വിളിച്ചപ്പോൾ ഒരു അഭിമുഖത്തിന് വേണ്ടി പങ്കെടുത്തതിന് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്റർവ്യൂ ചെയ്തതിന് അങ്ങേയറ്റം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ സാറ് മെനക്കെട്ട് ഇതിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആള്, അദ്ദേഹത്തിന് നന്ദിയാണ്. അദ്ദേഹം നമ്മുടെ ഈ സംഘടനയുടെ, അതായത് നമ്മുടെ ഈ സാഹിത്യ സല്ലാപത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയുടെയാണ്.
പരിചയപ്പെടുത്തേണ്ട നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റോള് സജീവമായി ആത്മാർത്ഥതയോടുകൂടി ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും കാണാം. നമുക്ക് സാറിന്റെ സാഹിത്യത്തിന് കിട്ടിയ ചെറിയ പുരസ്കാരങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് സാറിന് കിട്ടിയ പുരസ്കാരങ്ങളിൽ കുറെ ഏറ്റവും പ്രാധാന്യപ്പെട്ടതെന്ന് നോക്കുന്ന നമുക്കൂടെ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ഇത് യുവജനസംഘം ഗ്രന്ഥശാല തന്ന കഥയരങ്ങിനുള്ള അവതരിപ്പിച്ചതിനുള്ള കഴിഞ്ഞ മാസം അതിൽ തന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാകവി പി ഫൗണ്ടേഷന്റെ പേര് താമരത്തോണി അവാർഡ് കിട്ടുന്ന അദ്ദേഹത്തിന്റെ പി അനുസ്മരണ പ്രഭാഷണം നടത്തിയപ്പോൾ തന്ന സംഗതിയാണ്. എൻ്റെ സാഹിത്യ പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രഭാഷകനായ സുദർശൻ സാറും പിന്നെ അവിടെ ശാന്തി പിന്നെ അവിടെയുള്ള സ്വാമിയും കൂടെ ചേർന്നാണ് ഈ പുരസ്കാരം എനിക്ക് തന്നത്. അത് ഞാനവിടെ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണം പിയുടെ അനുസ്മരണം നടത്തിയതിനാണ് ഇനിയുള്ള പുരസ്കാരങ്ങൾ സാംസ്കാരിക യാത്ര, പുരോഗമന കലാ സാഹിത്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ യാത്ര സ്വീകരണത്തിന് പോവുകയും അവിടെ കവിത വായിക്കുകയും ചെയ്തതുകൊണ്ട് കവിത വായിക്കാമെന്ന് എഴുതി കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു പുരസ്കാരം കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കവിത വായിച്ചു ഞാനവിടെ. അതിനാണ് എനിക്ക് പറഞ്ഞത്. ഇത് നവരാത്രി സാഹിത്യോത്സവം നടക്കുന്നത് പൂജപ്പുര അവിടെ നിന്ന് അവിടെ നമ്മൾ അത് അതിൻ്റെ മറ്റ് ചടങ്ങുകൾക്കോടൊപ്പം തന്നെ കവിത വായിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ അതോടെ സ്വീകരിച്ചു. എന്തായാലും വളരെ സന്തോഷം. എല്ലാം കണ്ടു കേട്ടു വിവരങ്ങൾ അറിഞ്ഞു.